ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് മാറുകയാണ് ഈ മാർച്ചിൽ. കഴിഞ്ഞ വീഡിയോയിൽ ശനിയായിരുന്നു തലക്കെട്ട്. പക്ഷേ ചൊവ്വയെക്കുറിച്ച് എന്തിനാണ് പ്രതിപാദിക്കുന്നത് എന്ന ചോദ്യം പലരുടെ മനസ്സിലും ഉടലെടുത്തിട്ടുണ്ടാവും. ഇതിന് പരിഹാരം ചൊവ്വ കർമ്മ വീഡിയോസ് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ജ്യോതിഷം കടല് പോലെയാണ്. നമ്മുടെ പൂർവികർ പറയുമായിരുന്നു, പഠിച്ചു പഠിച്ചു പണിക്കരാവാൻ പോവുകയാണോ എന്ന്. കാരണം അത്രയ്ക്കും മനസ്സിലാക്കാൻ ഇതിലുണ്ട്. ഒരു മാജിക് പോലെ ജ്യോതിഷത്തെ കാണരുത്. ഇതിൽ കുറുക്കു വഴികളില്ല. യൂട്യൂബിലുള്ള കുറച്ച് വീഡിയോസ് കണ്ട് മാറ്റം വരുത്താൻ ശ്രമിക്കരുത്. ഇത് മനസ്സിലാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ദിവസവും 10 നിമിഷമെങ്കിലും ഇതിനായി മാറ്റിവെക്കുമ്പോൾ ഒരു ലയം ഉണ്ടാവുന്നു. അങ്ങനെ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നു. നിരന്തര പരിശ്രമം ആവശ്യമാണ്. നമുക്ക് പൂർവജന്മം ഉണ്ടായിരുന്നു, ഇപ്പോൾ നാം ജീവിക്കുന്നു. ഇപ്പോഴുള്ള കർമ്മങ്ങൾക്കനുസരിച്ച് അടുത്ത ജന്മം എടുക്കുന്നു. ഗരുഡ പുരാണവും നരകവർണ്ണനയും ഋഷീശ്വരന്മാർ നമുക്ക് എന്തിനാണ് തന്നിരിക്കുന്നത്? ദുഷ്കർമ്മം ചെയ്താൽ നാം അനുഭവിച്ചേ മതിയാവൂ എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. കാലാനുസൃതമായ മാറ്റം എല്ലാറ്റിലും വന്നിട്ടുണ്ട്. അമ്മിയും ആട്ടുകലും പോയി മിക്സി ഗ്രൈൻഡർ വന്നിരിക്കുന്നു. ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പോലും നമുക്ക് സമയമില്ലാതായി. ഇൻസ്റ്റന്റ് കറി പൗഡർ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുപോലെ തന്നെ ജ്യോതിഷത്തിലും അപ്ഡേഷൻ വേണമല്ലേ? സംസ്കൃത ഭാഷ അറിയുന്നവർ വിരളമായിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. പക്ഷേ പാരമ്പര്യ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തെ മുൻനിർത്തി വെച്ചുകൊണ്ട് DNA അസ്ട്രോളജി, തിയറി തുടങ്ങിയവ ഇന്ന് രൂപം കൊണ്ടിട്ടുണ്ട്. അനേക വർഷങ്ങളുടെ പരിശ്രമമാണ് ഇതിനു പിന്നിൽ. ക്യാപ്സ്യൂൾ രൂപത്തിൽ ലഭിക്കുമ്പോൾ നമുക്ക് അനായാസേന മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശനിയാണ് നമ്മുടെ താരം. ശനി ജനിച്ചത് രേവതി നക്ഷത്രത്തിലാണ്. കാർത്തിക, പൂരം, മൂലം, രേവതി എന്നിവ ചൊവ്വയുടെ കർമ്മദോഷങ്ങൾ പേറുന്ന നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശനി നിൽക്കുന്ന രാശി ചൊവ്വയുടെ കർമ്മദോഷത്തെയാണ് കാട്ടിത്തരുന്നത്. കാർത്തിക, പൂരം, മൂലം, രേവതി ലഗ്നമായോ ലഗ്നത്തിന്റെ അധിപനായോ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമായോ വരുന്നവർ മാത്രമാണ് ഈ ശനിമാറ്റത്തെ അതീവ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഈ മാറ്റത്തെ നമുക്ക് എങ്ങനെ പോസിറ്റീവായി ഉപയോഗപ്പെടുത്താം? ഉദാഹരണമായി, ഇളയ സഹോദരനുമായി പ്രശ്നമുണ്ടെങ്കിൽ ഈ 2.5 വർഷത്തിൽ ഒരു കോംപ്രമൈസിന് വരികയാണെങ്കിൽ ഒട്ടും മടിക്കാതെ തന്നെ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ജോലിയുടെ കാര്യത്തിലും അനുകൂലമായ ഒരു മാറ്റം വരികയാണെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. പ്രായമായിട്ടും വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് ഈ മാറ്റം അനുകൂലമാവുമ്പോൾ മംഗല്യ തടസ്സം മാറിക്കിട്ടും. വിൽക്കാൻ കഷ്ടപ്പെടുന്ന ഭൂമിയുണ്ടെങ്കിൽ ന്യായമായ വില കിട്ടുമെങ്കിൽ ഒട്ടും താമസിയാതെ വിൽപ്പന നടത്താം. സാമ്പത്തിക ബാധ്യത ഒരുപാട് ഉണ്ടാകാതെ ഭൂമി വാങ്ങുകയും ആവാം. ഓരോരുത്തരുടെ ജാതകത്തിലും ചൊവ്വ നെഗറ്റീവ് ആണോ എന്നെങ്ങനെ മനസ്സിലാക്കാം? കാർത്തിക, പൂരം, മൂലം, രേവതി ഇത് ലഗ്നം, ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം, ലഗ്നത്തിന്റെ അധിപൻ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ വരികയും ചൊവ്വയുടെ കാരകത്വത്തിൽ മേൽപ്പറഞ്ഞ 4 കാര്യങ്ങളിൽ ഏതിലെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്താൽ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. ലഗ്നത്തിൽ നിന്ന് മീനം എത്രാം ഭാവമായി വരുന്നു, ആ ഭാവത്തിന്റെ കാരകത്വത്തിലാണ് പ്രശ്നം അഭിമുഖീകരിക്കേണ്ടത്. അതിനാണ് പരിഹാരം വേണ്ടതും. ഉദാഹരണമായി, ലഗ്നപുള്ളി രേവതിയിലാണെന്ന് വിചാരിക്കുക. ശനി നിൽക്കുന്നത് മീനം രാശിയിലാണ്, ലഗ്നവും മീനത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എടുത്തുചാട്ടം, കോപം എന്നിവ കൊണ്ട് അനർത്ഥം വരാതെ നോക്കണം. ഇനി തുലാമിലാണ് ലഗ്നം നിൽക്കുന്നതെങ്കിൽ 6ാം ഭാവമാണ് മീനം. അപ്പൊ വഴക്കുകൾ ഉണ്ടാവാതെ നോക്കണം, ശത്രുക്കൾ ഉണ്ടാവാതെയും നോക്കണം. ശനിക്ക് 3 ദൃഷ്ടിയുണ്ട്. 3, 7, 10ലേക്ക്. അതായത് മീനത്തിൽ നിൽക്കുന്ന ശനി ഇടവം, കന്നി, ധനു എന്നീ രാശികളെ നോക്കുന്നുണ്ട്
എന്നർത്ഥം. മാർച്ച് അവസാനമാണ് ശനി മീനത്തിലെത്തുന്നത്. മീനരാശിയുടെ ചിഹ്നം തന്നെ 2 മീനുകളാണ്. അപ്പോൾ ശനി അവിടെ എത്തുമ്പോൾ കടൽ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കടൽ യാത്രകൾ സൂക്ഷിക്കണം. രാഹു സൂചിപ്പിക്കുന്നത് യാത്രകളാണ്. ഇപ്പോൾ രാഹുവും മീനത്തിലാണ്. അപ്പൊ ശനിയും രാഹുവും ചേരുന്ന സമയം അനർത്ഥങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നിസ്സംശയം പറയാവുന്നതാണ്. ഇപ്പോൾ രാഹു മീനത്തിലുണ്ട്. രാഹുവിന്റെ സഞ്ചാരം വക്രഗതിയിലായതുകൊണ്ട് രാഹുമാറ്റം ഇനി കുംഭത്തിലേക്കാണ്. മെയ് 18, 2025 രാഹു കുംഭം രാശിയിൽ എത്തും. അപ്പൊ ഏകദേശം 50 ദിവസം, മാർച്ച് 29 മുതൽ മെയ് 18 വരെയുള്ള സമയമാണ്. ഈ സമയം എല്ലാവരുടെ ജീവിതത്തിലും ഒരുപോലെയല്ല. കാരണം ഓരോ ജാതകവും യുണീക്കാണ്. മീനത്തിൽ ഏതെങ്കിലും ഗ്രഹങ്ങളുണ്ടോ, ദൃഷ്ടിയുണ്ടോ, ഗ്രഹങ്ങൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നെല്ലാം നോക്കേണ്ടതാണ്. കർമ്മ ഈസ് ബൂമറാങ്. ഒന്നുറപ്പാണ്, വിതച്ചതേ കൊയ്യൂ എന്നുള്ളതാണ്. ദുരനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ഓർക്കേണ്ടത് നാം ചെയ്ത തെറ്റുകൾ കൊണ്ടാണ് എന്ന തിരിച്ചറിവ്. ഓരോ ഗ്രഹത്തിനെയും പോസിറ്റീവ് ആക്കാൻ ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായി ശനിദോഷം മാറ്റാൻ ചെരുപ്പ് ദാനം ചെയ്യുക. അമ്പലത്തിൽ നിന്ന് ചെരുപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ മുത്തശ്ശിമാർ പറയുമായിരുന്നു, വിഷമിക്കണ്ട, ദോഷം മാറി എന്ന് കരുതിക്കോളൂ എന്ന്. വൃദ്ധസദനം സന്ദർശിച്ച് സഹായം ചെയ്തു കൊടുക്കുക, കാലിന് സുഖമില്ലാത്തവരെ ഹെൽപ്പ് ചെയ്യുക തുടങ്ങിയ ശനിയുടെ കാരകത്വവുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അപകടങ്ങൾ കണ്ണിൽ തട്ടേണ്ടത് പുരുകത്ത് കൊണ്ട് ഇല്ലാതാവും. അമ്പല വഴിപാട് ചെയ്യാം. പക്ഷേ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ അമ്പലത്തിൽ പിച്ച വെച്ച് നടക്കാം, പക്ഷെ മരണം വരെ അമ്പലത്തെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കരുത്. എല്ലാവരെയും സഹായിക്കുവാനുള്ള മനസ്സും ഊർജവും അമ്പലത്തിൽ നിന്ന് സ്വീകരിച്ച് പിന്നീടുള്ള ജീവിതം കർമ്മ നിരതനാകാം. നമ്മുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. എനർജി സെന്റേഴ്സ് തന്നെയാണ് ക്ഷേത്രങ്ങൾ. എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്നത്, വഴിപാടായി ഒരു പായസത്തിന് നാം ഏർപ്പാടാക്കുന്നതാണോ, അമ്പലത്തിന് വെളിയിൽ ഒരു നേരം ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്കോ പക്ഷി മൃഗാദികൾക്കോ കൊടുക്കുന്നതാണോ ഭഗവാൻ ഇഷ്ടം? ചിന്തിച്ചു നോക്കൂ. മാനവസേവ മാധവസേവ. ഇസ്കോൺ പോലെയുള്ള സംഘടനകൾ ഭക്ഷണം യഥേഷ്ടം ദാനം ചെയ്യുന്നത് കൊണ്ടാവാം പുരോഗതി പ്രാപിക്കാൻ കഴിയുന്നത് എന്ന് ഓർത്തു പോകുന്നു. നന്ദി, നമസ്കാരം.